നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 എന്ന് പറയുന്ന വർഷം ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമായിട്ടാണ് തുടങ്ങിയത്. എത്രയെത്ര IPOകളാണ് വന്നത്. നമ്മളെല്ലാ IPOകളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം ഒന്ന് കാണണം. എല്ലാ IPOകളിൽ തന്നെ ഭൂരിപക്ഷം IPOകളും ഓഹരി നിക്ഷേപകർക്ക് വളരെയധികം ലാഭം നേടിക്കൊടുത്ത IPOകളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ചെറിയ ചില നമ്പേഴ്സ് മാത്രം ചെറുതായിട്ട് നഷ്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ലോങ് ടേം ആയിട്ട് അവയെല്ലാം തന്നെ നിക്ഷേപകർക്ക് വളരെയധികം ലാഭം നേടിക്കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നിരവധി IPOകളാണ് വരാനായിട്ട് ക്യൂവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കോവിഡിൻ്റെ രണ്ടാം വരവും പിന്നെ അന്താരാഷ്ട്ര രംഗത്ത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുണ്ടായിട്ടുള്ള ചെറിയ ചില അസ്വാരസ്യങ്ങളും എല്ലാം ഓഹരി വിപണിയെ ചെറുതായിട്ടൊന്ന് അസ്ഥിരപ്പെടുത്താനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ക്യൂവിലുള്ള പല IPOകളും തൽക്കാലത്തേക്കൊന്ന് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. ഏകദേശം 10-28 ഓഹരികളാണ്, വളരെ നല്ല IPOകളാണ് ഇനി വരാനിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ വരാനിരുന്നതെല്ലാം എന്തായാലും ജൂൺ ജൂലൈ മാസത്തോടുകൂടി തന്നെ വീണ്ടും വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ആ ഓഹരികൾ ഏതൊക്കെയാണ്, സെബിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന IPOകൾ ഏതൊക്കെയാണ്, പുതുതായി വരാനിരിക്കുന്ന സെബിയുടെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുള്ള കുറേ ഓഹരികളുണ്ട്, മറ്റൊന്നിൻ്റെ അപ്രൂവൽ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ആ ഓഹരികൾ ഏതൊക്കെയാണ്, അവയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും നമ്മൾ IPOകൾ കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ട് IPOകൾ വരവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോകളും ഒന്ന് വൈകിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കാൻ. നിങ്ങളുടെ കമൻറ്റുകളും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് എന്തായാലും ഉടനെ വരാനിരിക്കുന്ന IPOകളെ കുറിച്ച് മാത്രം നമുക്കൊന്ന് നോക്കാം. ഈ വർഷം ഇനിയും വരാനിരിക്കുന്ന IPOകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കമ്പനികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത്. അത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മാത്രമല്ല അന്താരാഷ്ട്ര കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോണിൻ്റെ പിന്തുണയുള്ള അവരുടെ പ്രൊമോഷനിലുള്ള ഒരു കമ്പനിയാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ്. മധ്യവർഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ മധ്യവർഗം മുതൽ ലോ ഇൻകം ഗ്രൂപ്പിന് വരെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് ഫിനാൻസ് ആണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു കമ്പനിയുമാണ്. 7300 കോടി രൂപയാണ് അവർ IPO വഴി സമാഹരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന അത് ഫയൽ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 23-ാം തീയതിയാണ്. അപ്പോൾ ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ DRHP എന്ന് പറയുന്നത് സെബിയിൽ കമ്പനി ഫയൽ ചെയ്യുന്ന ആ ഒരു ഫയലിനെയാണ് വിളിക്കുന്ന പേരാണ്, പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരാണ് ഇത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 7300 കോടി രൂപയാണ് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ IPO ഉടൻ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബഹിരാഷ്ട്ര കമ്പനിയായ ബ്ലാക്ക് സ്റ്റോണിൻ്റെ പിന്തുണയുള്ള മറ്റൊരു കമ്പനിയാണ് സോന BLW പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമോട്ടീവ് ടെക്നോളജിയാണ്. അവർ ഗിയർ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഗുരുഗ്രാം ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. 6000 കോടി രൂപയാണ് അവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന IPO. അവരുടെ IPO ഇപ്പോൾ വരേണ്ട സമയമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമായിട്ട് വരാനിരിക്കുന്ന ഒരു IPO ആണ് സോന BLW എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രോസ്പെക്ടസ് അവർ സെബിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് 24th ഏപ്രിലാണ്. ഉടൻ തന്നെ വരാനിരിക്കുന്ന IPO ആണ് സോന BLW. വരാനിരിക്കുന്ന മറ്റൊരു IPO ആണ് ശ്യാം മെറ്റാലിക് ആൻഡ് എനർജി ലിമിറ്റഡ് എന്ന് പറയുന്നത്. ശ്യാം മെറ്റാലിക്കിൻ്റെ IPO 1100 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഫെറോ അലോയ്സ് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അവർ. അവരുടെ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തിരിക്കുന്ന സെബിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന 26-ാം തീയതിയാണ്, ഫെബ്രുവരി 26-ാം തീയതി. അപ്പോൾ ഉടൻ തന്നെ അവർക്കും അപ്രൂവൽ കിട്ടും. IPOയ്ക്കായിട്ട് അവരും മാർക്കറ്റിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. രാജ്യത്തെ ഒരു പ്രമുഖ റിയൽറ്റി ഡെവലപ്പേഴ്സാണ് അടുത്ത് വരുന്ന മറ്റൊരു IPO എന്ന് പറഞ്ഞത് ശ്രീറാം പ്രോപ്പർട്ടീസ്. ശ്രീറാം പ്രോപ്പർട്ടീസ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ 250 കോടി രൂപ ഫ്രഷ് ഇഷ്യൂവും ബാക്കി പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നതുമായിട്ട് 800 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്.
അവരുടെ ഇഷ്യൂ ആണ് നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. മറ്റൊരു IPO വരാനിരിക്കുന്നതാണ് റോളക്സ് റിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമോട്ടീവ് കോമ്പോണൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. അവരുടെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 70 കോടിയേ ഉള്ളൂ. 70 കോടിയുടെ ഒരു ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അവർ ഓഫർ ഫോർ സെയിൽ, അതായത് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്ന കുറേ ഓഹരികൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയാറായിട്ടില്ല. എന്തായാലും 70 കോടിക്ക് മുകളിൽ അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു റോളക്സ് റിങ്സ് ലിമിറ്റഡിൻ്റെ IPO. അടുത്തത് UP ബേസ്ഡ് വാരണാസിയിൽ ഉള്ള ഒരു കമ്പനിയാണ് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കാണ് അവർ. 1350 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് അവർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏകദേശം 750 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. ഫ്രഷ് ആയിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്ന ഓഹരികളാണ്. 600 കോടിയുടെ അടുത്ത് ഓഹരി ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതാണ്. അവരുടെയും ഇഷ്യൂ നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. മറ്റൊരു കമ്പനി മോണ്ടി കാർലോ ആണ്. മോണ്ടി കാർലോ ലിമിറ്റഡ് എന്ന് പറയുന്നത് അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള, ഗുജറാത്തിൽ തന്നെയുള്ള അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരുടെ ഇഷ്യൂ വരുന്നത് 550 കോടിയുടെ ഇഷ്യൂ ആണ് വരുന്നത്. അതിൽ 450 കോടിയും ഫ്രഷ് ഇഷ്യൂ ആണ്, പുതിയ ഓഹരികളായിരിക്കും. അതിൽ 100 കോടി രൂപയോളം അവർ ഓഹരി ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്ന ഓഹരികളുമായിരിക്കും. അപ്പോൾ മൊത്തം 550 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കാനായിട്ടാണ് മോണ്ടി കാർലോ മാർക്കറ്റിൽ വരുന്നത്. അവരുടെയും പ്രോസ്പെക്ടസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു മാർച്ച് 8-ാം തീയതി. ഉടൻ തന്നെ അപ്രൂവൽ കിട്ടിയിട്ട് അവരും രംഗത്ത് വരുന്നതാണ്. പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ആണ് മറ്റൊരു കമ്പനി. അവരുടെ ഇഷ്യൂ സൈസ് പറയുന്നത് 150 കോടി രൂപയാണ്. 150 കോടി രൂപയിൽ 120 കോടി രൂപയും ഫ്രഷ് ഓഹരികളാണ്. ബാക്കി മാത്രമാണ് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഈ ഓഹരി ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ്, IPOയ്ക്ക് മുമ്പ് തന്നെ ഒരു പ്ലേസ്മെന്റ് 35 കോടി രൂപയുടെ ഓഹരികൾ അവരൊരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിട്ടും സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും മാർച്ച് 9-ാം തീയതി, ഇക്കഴിഞ്ഞ മാർച്ച് 9-ാം തീയതിയാണ് അവരുടെ പ്രോസ്പെക്ടസ് സെബിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്യൂവും നമുക്ക് ഉടനെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ്. മറ്റൊരു ഇഷ്യൂ വരുന്നതാണ് ഡോഡ്ല ഡയറി. നമ്മുടെ മിൽമ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്ന, പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു കമ്പനിയാണിത്. കേരളം ഒഴിച്ച് മറ്റെല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഡോഡ്ല ഡയറി. അവരുടെ 800 കോടി രൂപയുടെ ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. എന്തായാലും അവരുടെ ഇഷ്യൂ നമുക്ക് അടുത്ത് തന്നെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി വരുന്ന മറ്റൊരു കമ്പനി എക്സാറോ ടൈൽസ് ആണ്. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈൽ കമ്പനിയാണത്. അവർ ടോട്ടൽ 160 crores ആണ് വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെയും ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തിരിക്കുന്നത് 18th മാർച്ചിനാണ്. ഉടൻ തന്നെ അപ്പോൾ മാർക്കറ്റിൽ IPOയുമായിട്ട് വരുന്നൊരു കമ്പനിയാണ് എക്സാറോ ടൈൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ജന സ്മോൾ ഫിനാൻസ് ബാങ്കാണ് മറ്റൊരു കമ്പനി വരുന്നത്. അവർ 1100 കോടി രൂപയാണ് പബ്ലിക് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിൽ 700 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ. ബാക്കിയുള്ളത് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഇഷ്യൂ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഏപ്രിൽ 1-ാം തീയതിയാണ് അവർ പ്രോസ്പെക്ടസ് സെബിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. തത്വചിന്തൻ ഫാർമയാണ് മറ്റൊരു കമ്പനി IPO ആയിട്ട് വരാനിരിക്കുന്നത്. അവർ ഗുജറാത്ത് ബേസ്ഡ് ആണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഫാർമ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് അവരുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഫ്രഷ് ഇഷ്യൂ ആയിട്ട് 225 കോടി രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതും 225 കോടി രൂപയാണ്. 25ഓളം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അവരുടെ പ്രോഡക്ട്സ്. USA ഉണ്ട്, ചൈന, ജർമ്മനി, ജപ്പാൻ, UK, സൗത്ത് ആഫ്രിക്ക, അങ്ങനെയൊക്കെയുള്ള പല വിദേശ രാജ്യങ്ങളിലേക്ക് ഇവരുടെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് അല്ലെങ്കിൽ ഫാർമ പ്രോഡക്ട്സ് കയറ്റി അയക്കുന്ന ഒരു കമ്പനിയാണ് തത്വചിന്തൻ ഫാർമ എന്ന് പറയുന്നത്. 450 കോടി രൂപയാണ് അവർ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ IPO നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.
ഇനി വരുന്ന മറ്റൊരു കമ്പനിയാണ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത 1400 കോടി രൂപ അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കുന്നുണ്ടെങ്കിലും അത് മുഴുവൻ ഓഫർ ഫോർ സെയിലാണ്. അതായത് കമ്പനിക്ക് അതിൽ നിന്ന് 10 പൈസ പോലും കിട്ടുന്നില്ല. അത് മൊത്തം ആയിട്ട് അവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്ന ഓഹരികളാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കമ്പനിയിലേക്ക് ഈ ഫണ്ട് 1400 കോടി രൂപ പോകുന്നില്ല. എങ്കിലും നമുക്ക് ഓഹരികൾ ലഭിക്കുന്നു. കമ്പനിയിൽ നമ്മൾ നാളെ മുതൽ ഈ ഓഹരി നമുക്ക് കിട്ടുകയാണെങ്കിൽ അന്ന് മുതൽ നമ്മളതിൻ്റെ ഓഹരി പങ്കാളിയാവുകയാണ്. ഇതൊരു നല്ലൊരു കമ്പനിയാണ്, നല്ല രീതിയിൽ നടക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഇഷ്യൂ 1400 കോടിയുടെ ഇഷ്യൂവും പ്രോസ്പെക്ടസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു ഏപ്രിൽ 7-ാം തീയതി. അപ്പോൾ അതും ഉടൻ തന്നെ സെബിയുടെ അപ്രൂവൽ കിട്ടി രംഗത്ത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു IPO വരുന്നത് കിംസിൻ്റെയാണ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ആന്ധ്ര തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്രൂപ്പാണ്, ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് അവർ, കിംസ് എന്ന് പറയുന്നത്. 700 കോടി രൂപ 700 കോടി രൂപയിൽ 200 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. ബാക്കി 500 കോടി രൂപ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതാണ്. അവരുടെയും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് 26-ാം തീയതി ഫെബ്രുവരി സെബിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഉടൻ തന്നെ IPO മാർക്കറ്റിൽ വരാനിരിക്കുന്ന ഒരു കമ്പനിയാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവർ കുറച്ച് എംപ്ലോയീസിനും അവരുടെ ഓഹരികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മറ്റൊരു ഇഷ്യൂ വരുന്നത് GR ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അത് രാജസ്ഥാനിലെ ഉദയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് GR ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. 1000 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 1000 കോടി രൂപയും ഓഫർ ഫോർ സെയിലാണ്, ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല. അതായത് പ്രൊമോട്ടേഴ്സ് അവരുടെ ഓഹരികൾ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 1000 കോടി രൂപ അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. GR ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന് പറയുന്ന രാജസ്ഥാൻ കമ്പനി. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു IPO ആണ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസിൻ്റേത്. 1160 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഫുള്ളായിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. അവർ പുതിയ ഓഹരികളാണ് കൊടുക്കുന്നത്. എന്നാൽ കുറച്ച് ഓഫർ ഫോർ സെയിൽ, കുറച്ച് പ്രൊമോട്ടേഴ്സിൻ്റെ ഓഹരികളും വിൽപ്പനയ്ക്ക് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 1160 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആയിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് നമുക്കറിയാം, പ്രസിദ്ധമായിട്ടുള്ള ഗ്ലെൻമാർക്ക് ഫാർമയുടെ ഹോളി ഓൺ സബ്സിഡിയറി ആണ്. അവരുടെ സബ്സിഡിയറി കമ്പനിയാണ് ഈ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ IPOയും ഉടൻ തന്നെ മാർക്കറ്റിലെത്തും. ഇനി മറ്റൊരു IPO ആദിത്യ ബിർള സൺ ലൈഫ് AMC ലിമിറ്റഡിൻ്റെയാണ്. ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അത് ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. ഇഷ്യൂ സൈസ് 2000 കോടി രൂപയാണ് അവരുടെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരും പ്രോസ്പെക്ടസ് സെബിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു ഏപ്രിൽ 20-ാം തീയതി. അവരുടെ ഇഷ്യൂയും ഉടൻ തന്നെ മാർക്കറ്റിലെത്തും എന്ന് തന്നെ വേണം കരുതാനായിട്ട്. 600 കോടിയുടെ പബ്ലിക് ഇഷ്യൂ ആയിട്ട് വരികയാണ് 7 ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പലുകളുടെ ഒരു കമ്പനി. 7 ഐലൻഡ്സ് ഷിപ്പിംഗ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അവർ 600 കോടി ആണ് അവർ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരും പ്രോസ്പെക്ടസ് ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞു ഫെബ്രുവരി 14-ാം തീയതി. അവരുടെ ഇഷ്യൂവും ഉടൻ തന്നെ മാർക്കറ്റിൽ എത്തുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കമ്പനി തന്നെയാണിത്. ഇനി 3500 കോടിയുടെ ഒരു IPO വരുന്നുണ്ട്. അതാണ് കെംപ്ലാസ്റ്റ് സൻമാർ എന്ന് പറയുന്നത്. ഈ കെംപ്ലാസ്റ്റ് സൻമാർ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ പോളിവിനൈൽ ക്ലോറൈഡ്, ഈ സ്പെഷ്യാലിറ്റി പ്ലാസ്റ്റിക് PVC സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നാണ്. ഫ്രഷ് 1500 കോടി രൂപയുടെ ഓഹരികളുണ്ട്. OFS ആയിട്ട് അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിലായിട്ട് 2000 കോടി രൂപയുമുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 3500 കോടി രൂപയുടെ ഓഹരികളാണ് കെംപ്ലാസ്റ്റ് സൻമാർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാന ഇഷ്യൂ ആണ് നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ നിർമ്മ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിർമ്മ സോപ്പൊക്കെ ഇല്ലേ. അപ്പം നിർമ്മ ഗ്രൂപ്പിൻ്റെ അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് നുവോക്കോ. അവർ സിമൻ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ കമ്പനി 5000 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5000 കോടിയിൽ 1500 കോടി രൂപയ്ക്ക് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട്, പുതിയ ഓഹരികൾ ഇറക്കുന്നുണ്ട്. അതിൽ 3500 കോടി രൂപയുടെ ഓഹരികൾ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 5000 കോടി രൂപയാണ് നിർമ്മ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സിമൻറ്റ് കമ്പനി മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ IPOയും വരുന്നുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് മറ്റൊരു കമ്പനി.
അവർ 1330 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണിത്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളത്. മെഡിയ അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് ലിമിറ്റഡ് ആണ് മറ്റൊരു IPO വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററാണ്. IPO ആയിട്ട് വരുന്ന ആദ്യത്തെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കമ്പനി എന്ന് പറയുക. അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന മെഡിയ അസിസ്റ്റ് ഹെൽത്ത് കെയർ 850 കോടി രൂപയുടെ IPO ആണ് നടത്തുന്നത്. അതായത് ഈ ഫുള്ളും അവർ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ OFS ആണ്, ഓഫർ ഫോർ സെയിലാണ്. ഈ 850 കോടി രൂപയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഏവർക്കും പരിചയമായ പെന്ന സിമൻസിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. അത് 1550 കോടി രൂപയുടെ ഇഷ്യൂ ആണ് വരുന്നത്. അതിൽ 1350 കോടി രൂപയും ഫ്രഷ് ഓഹരികളാണ്. ബാക്കി 250 കോടി രൂപയാണ് ഓഫർ ഫോർ സെയിൽ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ഓഹരി വിൽപ്പന. അപ്പോൾ പെന സ്റ്റോക്സിന്റെ ഓഹരികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ ഇഷ്യൂവിനും നമുക്ക് കാത്തിരിക്കാം. ആരോഹൺ ഫിനാൻഷ്യൽ സർവീസസ് ആണ് മറ്റൊരു കമ്പനി. കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയാണിത്. 15 വർഷത്തോളം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ആ സ്റ്റേറ്റിൽ, കൽക്കട്ടയിൽ, ആരോഹൺ ഫിനാൻഷ്യൽ സർവീസസ്. അവരുടെ ഇനി വരുന്നത് സൊമാറ്റോ ലിമിറ്റഡ് ആണ്. സൊമാറ്റോ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഈ കൊറോണ കാലത്തൊക്കെ ഒറ്റപ്പെട്ടു പോയി നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സൊമാറ്റോ എന്ന് പറയുന്ന ഈ കമ്പനി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അവരുടെ ഇഷ്യൂ പക്ഷേ വളരെ വലുതാണ്. 8250 കോടി രൂപയുടെ ഇഷ്യൂ ആയിട്ടാണ് അവർ വരുന്നത്. അതിൽ 7500 കോടി രൂപയുടെ ഇഷ്യൂ ഫ്രഷ് ആണ്. അതുകൂടാതെ 750 കോടി രൂപയുടെയാണ് അവർ ഓഹരി ഉടമകൾ വിൽക്കുന്നതായിട്ട്. അപ്പോൾ സൊമാറ്റോയുടെ ഇഷ്യൂ ഒരു മെഗാ ഇഷ്യൂ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അവരുടെ പ്രോസ്പെക്ടസ് April 28 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ വരാനിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് സൊമാറ്റോ. മറ്റൊന്ന് UP ബേസ്ഡ് ആയിട്ടുള്ള, ഉത്തർപ്രദേശ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ലിമിറ്റഡ്. അഗ്രോ കെമിക്കൽ ടെക്നിക്കൽ കമ്പനി എന്ന് പറയാം ഇതിനെ. പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇഷ്യൂ സൈസ് 800 കോടി രൂപയാണ്. അതിൽ 100 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് അവർ ചെയ്യുന്നത്. 700 കോടി രൂപയുടെ. ഇനി ഒടുവിലായിട്ട് പറയാനുള്ളത് ഗോ എയർലൈനെ കുറിച്ചാണ്. 3600 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാനായിട്ട് സെബിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് എയർലൈൻ ആയിട്ടുള്ള ഗോ എയർലൈൻ ഒക്കെ വളരെ അഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഈ സമയത്ത്, ഈ കോവിഡ് കാലത്ത് വളരെ അഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ എയർലൈൻ ബിസിനസ് എന്ന് പറയുന്നത്. എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ഒരു 3600 കോടിയുടെ ഇഷ്യൂ നടത്താനായിട്ട് കമ്പനി തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഇഷ്യൂ നല്ലൊരു വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം ഇനി വരാനിരിക്കുന്ന IPOകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം. പിന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്, അതും ഇടാൻ മറക്കരുത്. എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.